ആ ചേച്ചി, ഞാൻ ചേച്ചിയോട് 2-3 ദിവസമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എൻ്റെ ഒരു കസിൻ കോവൻട്രി വന്നിട്ടുണ്ട്. അപ്പം ആൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ്. പക്ഷേ ബേസിക്കലി ഒരു നേഴ്സാണ്. അപ്പം ആൾക്ക് ഓസ്കി ചെയ്യണമെന്നുണ്ട്. ഇവിടെ നമുക്ക് പിന്നുണ്ടെങ്കിലല്ലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓസ്കി ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നഴ്സിംഗ് ജോബ്സ് UK നമുക്ക് ക്രൂയിലും പിന്നെ സ്റ്റോക്ക് പോർട്ടിലും ആണല്ലോ ഉള്ളത്. അപ്പം ആക്ച്വലി ആൾക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ലൈക്ക് ഇത്തിരി ദൂരമല്ലേ കോവൻട്രിയും നമ്മൾ സ്റ്റോക്ക് പോർട്ടാണെങ്കിലും ക്രൂ എടുത്താലും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ മിലി, നമുക്ക് ഡിഫറെൻറ്റ് പ്ലാനുകളുണ്ടല്ലോ. നമുക്ക് കറൻ്റ്ലി ഓൺ സൈറ്റും ഓൺലൈനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഫ്ലെക്സി പ്ലാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലെക്സി പ്ലാനിൽ മെയിൻലി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എസ്പെഷ്യലി സ്റ്റുഡൻസിനും അതുപോലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ ഓരോ ദിവസവും ഓഫ് എടുത്ത് വന്ന് തിരിച്ചു പോയി വീണ്ടും വന്ന് അതൊരു പ്രാക്ടിക്കലി അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ഫീഡ്ബാക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലെക്സി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ ഇതനുസരിച്ച് നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ പറ്റും. അതിൽ മെയിനായിട്ട് ഇപ്പം അവർക്ക് ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് അപ്പം നമുക്ക് ചീപ്പ് അക്കോമഡേഷനും ഉണ്ട്. വളരെ ചീപ്പാണ് നമ്മുടെ ഈ അക്കോമഡേഷൻ. അപ്പം ഇവർക്കിവിടെ വന്ന് താമസിച്ചുകൊണ്ട് ആ 1 വീക്ക് ക്ലാസ്സും കഴിഞ്ഞ് പ്രാക്ടീസും ചെയ്ത് മോക്കും കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തോ? അതൊരു നല്ല പ്ലാനാണ് കേട്ടോ. അത് എനിക്കറിയത്തില്ലായിരുന്നു. പുതിയതായിട്ട് തുടങ്ങിയതല്ലേ? നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പം ഇത് പ്ലാൻ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഇവർ ഈ സ്റ്റുഡൻസ് ഒക്കെ അല്ലേ, അപ്പം പേയ്മെൻ്റൊക്കെ ഒറ്റയടിക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതിനെന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ? ആ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ? അതുകൊണ്ട് കേട്ടോ, നമുക്കിപ്പം എസ്പെഷ്യലി അതും ഇവർക്ക് സ്റ്റുഡൻസിനെയും ഇവരെയും ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒറ്റയടിക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണുമല്ലോ. അവർക്ക് മിനിമം പേയ്മെൻറ്റ് പേ ചെയ്തിട്ട് അതുപോലെ അവർക്ക് ഫ്ലെക്സിബിൾ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് വൺസ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം മിനിമൽ പേയ്മെൻറ്റ് ഗഡുക്കളായിട്ട് അവർക്ക് അടച്ചാൽ മതി. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. 2 ഫ്ലെക്സിബിലിറ്റിയും വരുന്നുണ്ട്. അതൊരു നല്ല ഓപ്ഷനാണല്ലേ ചേച്ചി. ഇപ്പം പേയ്മെൻറ്റും അവർക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻഫർമേഷൻ ചേച്ചി. സോ ഞാൻ പറയാം, എന്നിട്ട് അതിനുള്ള പ്രൊസീഡിങ്സ് ചെയ്യാം. അതുമാത്രമല്ല, ഇത് വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ലൈക്ക് വേറെ ഏതെങ്കിലും സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും ഞാൻ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ചേച്ചി. അത് കുഴപ്പമില്ല മില്ലി, താങ്ക് യു.